പൃഥു മഹാരാജാവ് തുടരുകയാണ് ഭഗവാനോട്. അങ്ങയെ ഭജിക്കുന്ന എന്നിൽ സംപ്രീതനായി അവിടുന്ന് വരം ഭരിച്ചു കൊള്ളുക എന്ന് അരുളി ചെയ്തുവല്ലോ. അങ്ങ് അപ്രകാരം പറഞ്ഞത് വിഷയാസക്തരായ ജനങ്ങളെ മോഹിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും ഞാൻ കരുതുന്നു. ലോകർ വേദോക്തങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഫലപ്രാപ്തിക്കായി കാത്തിരിക്കുന്നു. യഥാകാലം ആ ഫലങ്ങൾ അനുഭവിക്കുന്നു. എന്നിരുന്നാലും അവർക്ക് സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. ഈ വിധത്തിൽ ഭഗവത് വചനം തന്നെയായ വേദവചസ്സുകൾ ജനങ്ങളെ സംസാരവുമായി ബന്ധിപ്പിക്കുന്ന ചരടുകളായി ഭവിക്കുന്നു. എന്നെയും സംസാര ബന്ധനത്തിൽ കുരുക്കിയിടാനാണോ അവിടുന്ന് വരം വരിക്കാൻ ആവശ്യപ്പെട്ടത്? എനിക്ക് സംസാരത്തിൽ നിന്നുള്ള ശാശ്വത മോചനമാണ് വേണ്ടത്. അതുകൊണ്ട് അവിടുന്ന് എന്നെ മോഹിപ്പിക്കാതിരിക്കണമേ. ഇപ്പൊ ഭഗവാന്റെ പദം ഭഗവാൻ അത്ര എളുപ്പത്തിൽ തരില്ല. ഒരുപാട് കടമ്പകൾ കടന്നാലേ ആ പൂർണ്ണതയിലേക്ക് പരിപൂർണമായും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരമായിട്ട് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഭഗവാൻ തന്നെ പ്രലോഭിപ്പിക്കും. ഒരുപാട് തരത്തിലുള്ള കടമ്പകൾ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ എന്ന് വ്യാസഭഗവാൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു രാവ് വെളുത്താൽ കിട്ടുന്നതല്ല ഈ പരമമായ പദം. അതിന് ഒരുപാട് വൈതരണികൾ താണ്ടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ശരിക്കുമുള്ള സിദ്ധി എന്ന് പറയുന്നത് അതാണ്. ബാക്കിയുള്ളതൊക്കെ നിസാരമായത്. സംസാര ചക്രത്തിൽ വീണ്ടും ഇട്ട് കറക്കുവാൻ മാത്രം പര്യാപ്തമായത്. ഭഗവാൻ പോലും നമ്മളെ ഭ്രമിപ്പിക്കും. അതാണ് പൃഥു മഹാരാജാവ് ഭഗവാനോട് ഇവിടെ പറയുന്നത്. അങ്ങയെ ഭജിക്കുന്ന എന്നിൽ സംപ്രീതനായി അവിടുന്ന് വരം ഭരിച്ചു കൊള്ളുക എന്ന് അരുളി ചെയ്തുവല്ലോ. അങ്ങ് അപ്രകാരം പറഞ്ഞത് വിഷയാസക്തരായ ജനങ്ങളെ മോഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങ് എന്നിൽ പ്രീതനായല്ലോ. അങ്ങ് എന്നോട് പറഞ്ഞു എന്താ വരം വേണ്ടത് എന്ന് വെച്ചാൽ ചോദിച്ചു കൊള്ളാൻ. ഞാൻ എന്തു ചോദിച്ചാലും അതെന്നിൽ നിന്ന് വേറിട്ടതായിരിക്കും. എന്നിൽ നിന്ന് വേറിട്ടത് എന്നെ പോലെ തന്നെ പരിമിതമായതായിരിക്കും. അത് വിഷയസുഖത്തിന് മാത്രം കാരണമായതായിരിക്കും. അത് കിട്ടിയാൽ തന്നെ കുറച്ചു കാലത്തേക്ക് ആ സുഖം നിലനിന്നേക്കാം. പിന്നീട് വീണ്ടും അതൃപ്തി ഉണ്ടാകും. അപ്പൊ അങ്ങ് എന്നിൽ പ്രീതനായിട്ട് വരം എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞത് വിഷയാസക്തരായ ജനങ്ങളെ മോഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങ് എന്നെ പരിശോധിക്കുകയാണ്. വിഷയങ്ങളോടുള്ള ആസക്തിയുടെ അംശം ഒരല്പമെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു അല്പമെങ്കിലും പരിമിതമായതിനോട് താല്പര്യമുണ്ട് എങ്കിൽ പരിപൂർണതയിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് വരും. ആ ലാസ്റ്റ് ട്രേസസ് പോലും. അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് വാൾത്തലയിലൂടെ നടക്കുന്നത് പോലെയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വാൾത്തലയിലൂടെ നടക്കുമ്പം എന്താ, വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ. അല്ലെങ്കിൽ വാളുകൊണ്ട് കാല് മുറിയും, മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത്ര ശ്രദ്ധിച്ച് വേണം ഇതിലേ പോകാൻ. നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ പല രീതിയിൽ പറ്റിക്കും. അപ്പോൾ ആ പറ്റിക്കലിൽ ഒന്നും പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. പലതരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകും. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരുടെ ഭൂതഭാവി വർത്തമാനങ്ങൾ ഒരു പക്ഷെ നമുക്ക് പറയാൻ സാധിച്ചേക്കാം. അതിലൊന്നും വലിയ കാര്യങ്ങളില്ല. ഭാവിയെക്കുറിച്ച് നേരത്തെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. കഴിഞ്ഞുപോയ ഭൂതത്തിലും ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. നമുക്ക് വിധിച്ചിട്ടുള്ളത് അനുഭവിക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അപ്പൊ ചിലർ ചോദിക്കും, ചില പൂജകളും ചില ജപങ്ങളും ഒക്കെ ചെയ്താൽ അത് മാറുമല്ലോ എന്ന്. ആ പൂജകൾ ചെയ്താൽ, ജപങ്ങൾ നടത്തിയാൽ മാറാൻ വിധിക്കപ്പെട്ടതാണെങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും മാറ്റം ഉണ്ടാകണ്ടേ?
എല്ലാവർക്കും മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ കുറച്ച് പേർക്കേ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉള്ള വിധി ഉണ്ട്, അതുകൊണ്ടാണ് മാറുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അനുഭവങ്ങളെ അനുഭവിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളെ ആസ്വദിച്ച് അനുഭവിക്കുവാൻ കൂടി പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ്, മാറ്റം വരുത്താനുള്ളതല്ല. നമ്മൾ നമുക്ക് നല്ലതാണെന്ന് കരുതുന്നത് മാത്രം സംഭവിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ കയറി വരുന്ന അതിഥികളായിട്ട് അനുഭവങ്ങളെ കണ്ട് അവയെല്ലാം ദേവതകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുവാൻ പഠിപ്പിക്കുന്നതാണ് ആധ്യാത്മികത. അപ്പൊ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ പരമമായ പദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടാകും. ഇപ്പൊ ഇവിടെ പൃഥു മഹാരാജാവിനെ സാക്ഷാൽ ഭഗവാൻ മായയല്ല പ്രലോഭിപ്പിക്കുന്നത്. മായയുടെ പ്രലോഭനമൊക്കെ ഒരു തരത്തിൽ പൃഥു മഹാരാജാവ് താണ്ടി. പക്ഷെ ഭഗവാൻ പ്രലോഭിപ്പിക്കുകയാണ്, വരം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോ, തന്നോളാം. എന്തു വരം ചോദിച്ചാലും, ഈ ലോകത്തിന്റെ മുഴുവൻ സാമ്രാജ്യ പദവി ചോദിച്ചാൽ പോലും ഒരു പരിമിതമായതാണ്. നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് എന്ന് ധാരണയോടുകൂടി എന്തു ചോദിച്ചാലും അത് പരിമിതമായതാണ്. അത് വീണ്ടും വീണ്ടും ഈ അതൃപ്തിയെ ജനിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് തിരിച്ചറിയുകയാണ് പൃഥു മഹാരാജാവ്. ഇത് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഈശ്വരാരാധന നടത്തുന്നത്. അല്ലാതെ നിസാരങ്ങളായിട്ടുള്ള, കിട്ടിയാൽ കുറച്ചു കാലം നിലനിൽക്കുകയും പിന്നീട് ഇല്ലാതായി പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. കല്യാണം കഴിപ്പിക്കാൻ, കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാകാൻ, കുട്ടികളുണ്ടായി നേർവഴിക്കല്ല പോകുന്നതെങ്കിൽ അവരെ നേർവഴിക്കാക്കാൻ, അതൊന്നുമല്ല പരമമായ ലക്ഷ്യം. പരമപദം പ്രാപിക്കുക എന്നുള്ളതാണ്. പരമപദം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖങ്ങളെല്ലാം മരീചികാ സദൃശ്യങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ലോകത്തിലുള്ള ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഏകമായ പരിഹാരം നമ്മൾ ഓരോരുത്തരും ഈശ്വര സ്വരൂപികളാണ് എന്ന തിരിച്ചറിവിലേക്ക് ഉണരുക എന്നുള്ളതാണ്. അതിന് ഈശ്വരാനുഗ്രഹം ഇല്ലാതെ സാധ്യമല്ല. ആ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അനവധി വൈതരണികൾ കടന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കും. ഇവിടെ ഭഗവാൻ തന്നെ ചോദിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, അങ്ങ് ഈ വരം വരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത് വിഷയാസക്തരായ ജനങ്ങളെ മോഹിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നു. ആരോടാ ഇദ്ദേഹം വരം വേണ്ടത് വരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത്? പൃഥു മഹാരാജാവിനോട്. അപ്പൊ അത് എന്തിനാ അങ്ങനെ ചോദിച്ചത്? എന്നിൽ ഇനി എന്തെങ്കിലും വിഷയാസക്തി ബാക്കിയുണ്ടോ എന്ന് അങ്ങൊന്ന് ചുഴിഞ്ഞു നോക്കുകയാണ്. തീ കെട്ടോ എന്ന് നാം കനലുകൾ ചെകഞ്ഞ് നോക്കുന്നതുപോലെ എന്തെങ്കിലും ബാക്കി അവിടെ കിടപ്പുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് എങ്ങനെയാണ് അത് തിരിച്ചറിയാൻ സാധിച്ചത്? ഭഗവത് അനുഗ്രഹം കൊണ്ട് അദ്ദേഹം അത് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കരുതുന്നത്, വിഷയാസക്തരായ ജനങ്ങളെ മോഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഞാൻ കരുതുന്നു. ലോകർ, സാധാരണ ജനങ്ങൾ വേദോക്തങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഫലപ്രാപ്തിക്കായി കാത്തിരിക്കുന്നു, യഥാകാലം ആ ഫലം അനുഭവിക്കുന്നു. ഈ സാധാരണ ആൾക്കാര് ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. വേദോക്തങ്ങളായിട്ടുള്ള മഹർഷീശ്വരന്മാരുടെ അറിവുകൾക്ക് അനുസരിച്ചിട്ടുള്ള വഴിയെ പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ മഹർഷിമാർ അതും പറഞ്ഞു തന്നിട്ടുണ്ട്. വിഷയങ്ങളിൽ പെട്ട് കിടക്കുന്നവർക്ക് അവരുടെ വിഷയ സുഖപ്രാപ്തിക്കുള്ള വഴികളും ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അനുഷ്ഠിക്കാം, അതിൻ്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കാം. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. അപ്പം അങ്ങനെ ഫലപ്രാപ്തിക്കായിട്ട് ഇതിനെ സമീപിക്കാം. അപ്പൊ ഇവിടെയെല്ലാം മനുഷ്യരുടെ ഈവാതിരി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വഴികൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ സ്വയം പ്രഖ്യാപിത സിദ്ധന്മാരുടെ തൃച്ചേവടികളെ അഭയം പ്രാപിക്കലല്ല വേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ മഹർഷിമാര്. നമ്മുടെ മഹർഷിമാരെന്താണോ പറഞ്ഞത് അതനുസരിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല.
അപ്പം ഇദ്ദേഹം പറയുകയാണ്, വേദോക്തങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഫലപ്രാപ്തിക്കായി കാത്തിരിക്കുന്നു ലോകർ. സാധാരണ ആൾക്കാർ, അവരുടെ പ്രത്യേകത എന്താ? അവർ വിഷയ സുഖലബ്ധിക്കായിട്ട് പരിശ്രമിക്കുന്നവരാണ്. അങ്ങനെ വിഷയ സുഖലബ്ധിക്കായിട്ട് പരിശ്രമിക്കുന്നവർ വേദോക്തങ്ങളായ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, വേദോക്തങ്ങളായ, വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് പറയാത്തത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ ഈ സ്വയം പ്രഖ്യാപിത സിദ്ധന്മാര് നമ്മുടെ വേദങ്ങളിലും അനുബന്ധ ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. തന്ത്രശാസ്ത്രങ്ങളിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, പുരാണ ഇതിഹാസങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, വേദങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവർ ഭാരതീയ സംസ്കൃതിക്ക് അനുസരിച്ചിട്ടുള്ളവർ അല്ല. ഇന്ന് നമ്മൾ ഭാരതീയമാണ് എന്ന് ധരിക്കുന്നത് പലതും ഭാരതീയമല്ല. വിഷ്ണു, ശിവൻ, കൃഷ്ണൻ എന്ന പേരുകൾ പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഭാരതീയമാവുകയില്ല. ഭാരതത്തിൽ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അല്ലാത്തതൊക്കെ പറ്റിക്കലാണ്. സ്വയം പറ്റിക്കപ്പെട്ടിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് വേദോക്തങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഫലപ്രാപ്തിക്കായി കാത്തിരിക്കണം. ഉടനെ ഒന്നും സാധിക്കില്ല. പൂജ ചെയ്താൽ നാളെ കിട്ടില്ല, കുറച്ചു കാലം കാത്തിരിക്കണം. യാഗം ചെയ്താൽ മറ്റന്നാൾ കിട്ടില്ല, കുറച്ചു കാലം കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിച്ചാൽ അവർക്ക് യഥാകാലം ആ ഫലങ്ങൾ അനുഭവിക്കുന്നു. സമയമാകുമ്പോൾ ചിലർക്ക്, എല്ലാവർക്കും സാധിക്കില്ല, അനുഭവിക്കുന്നു. എന്നിരുന്നാലും അവർക്ക് സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞതല്ലേ, ശിവൻ പറഞ്ഞതല്ലേ, ദേവി പറഞ്ഞതല്ലേ, വിഷ്ണു പറഞ്ഞതല്ലേ, അഗസ്ത്യ മഹർഷി പറഞ്ഞതല്ലേ, ഒക്കെ ശരിയാണ്. പക്ഷെ ആ വഴികളൊക്കെ ചെയ്താലും സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. സംസാരത്തിന്റെ പ്രത്യേകത എന്താ? നിത്യ അതൃപ്തി, അതാണ് ദുഃഖം. അതിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. താത്കാലിക സുഖമുണ്ടാകാം, പക്ഷെ ശാശ്വതമായ സുഖമുണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല, ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. എന്തിൻ്റെ ജനന മരണ ചക്രത്തിൽ നിന്ന്? ചിന്തകളുടെ ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുന്നില്ല. ചിന്തകൾ നമ്മളുടെ പിടിയിലുള്ളതല്ല, അത് വരുന്നു, അത് നമ്മളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു, അതിൻ്റെ പെടാപ്പാടിൽ പെടുന്നു, അത് താനെ ഇല്ലാതാകുന്നു. മറ്റൊരു വിധത്തിൽ വരുന്നു, വീണ്ടും പെടാപ്പാടിൽപ്പെടുത്തുന്നു, അതില്ലാതെയാകുന്നു. അങ്ങനെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാഞ്ചാടിപ്പോകുന്ന കുരങ്ങനെ പോലെ നാം ഓരോ ചിന്തകളുടെയും പുറകെ ഇങ്ങനെ നിത്യ അതൃപ്തരായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംസാരം. ആ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. ഈ വിധത്തിൽ ഭഗവത് വചനം തന്നെയായ വേദവചസ്സുകൾ ജനങ്ങളെ സംസാരവുമായി ബന്ധിപ്പിക്കുന്ന ചരടുകളായി ഭവിക്കുന്നു. ഇപ്പൊ വേദങ്ങൾ ആരുടെ വാക്കുകളാ? ഭഗവാന്റെ വാക്കുകളാണ്. അപൗരുഷേയമാണ്, ഭഗവത് വചനമാണത്. ആ ഭഗവത് വചനങ്ങൾ തന്നെ ജനങ്ങളെ സംസാരവുമായും ബന്ധിപ്പിക്കുന്ന ചരടുകളായി ഭവിക്കുന്നു. ഇതിലൊന്നും പെട്ട് പ്രലോഭിതരാകരുത്. ഇതൊക്കെ പ്രലോഭിപ്പിക്കുന്നതാണ്. ബഹുശതം റിച്വൽസും പ്രലോഭിപ്പിക്കുന്നതാണ്. ഇതൊന്നും ആത്യന്തികമായിട്ടുള്ള തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. ഭാഗവതം ആ ആത്യന്തികമായ തലത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആ ആത്യന്തികമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. വേദോക്തമായിട്ട് ജീവിച്ചാൽ ജനിച്ചു മരിച്ചുകൊണ്ടേയിരിക്കാം, നിത്യ അതൃപ്തരായിട്ട് മുന്നോട്ട് പോകാം. കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു യന്ത്രത്തെ പോലെയായിത്തീരും. മനസ്സ് മരവിച്ച ഒരു യന്ത്രം പോലെയായിത്തീരും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഈ വിധത്തിൽ ഭഗവത് വചനം തന്നെയാണ് വേദവചസ്സുകൾ. അതുകൊണ്ട് ആ ഭഗവത് വചനാണ് ഞാൻ അനുസരിക്കുന്നത്, അത് ആത്യന്തികമായിട്ട് എന്നെ രക്ഷിക്കും. ഇല്ല, ആത്യന്തികമായിട്ടും രക്ഷിക്കുക താൻ ആരാണെന്നറിയാൻ പരിശ്രമിച്ച് താൻ ആരാണെന്നറിയുമ്പോഴാണ്. പലതും കിട്ടാനും കിട്ടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രക്രിയകളിലൂടെ അത് ഭഗവത് വചനം തന്നെയാണെങ്കിലും കടന്നുപോയാൽ അത് സംസാരവുമായി ബന്ധിപ്പിക്കുന്ന ചരടുകൾ തന്നെയാണ്, സംസാര മോചനത്തിന് കാരണമാകുന്നതല്ല. ഈ വിധത്തിൽ ഭഗവത് വചനം തന്നെയായ വേദവചസ്സുകൾ ജനങ്ങളെ സംസാരവുമായി ബന്ധിപ്പിക്കുന്ന ചരടുകളായി ഭവിക്കുന്നു. എന്നെയും സംസാര ബന്ധനത്തിൽ കുരുക്കിയിടാനാണോ അവിടുന്ന് വരം വരിക്കാൻ ആവശ്യപ്പെട്ടത്?
അവിടുന്ന് വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ലേ? അത് എന്നെ വീണ്ടും ഈ സംസാര ചക്രത്തിൽ കുരുക്കിയിടാനാണോ? അതുകൊണ്ട് ആരെങ്കിലും വന്ന്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണെങ്കിലും പരമമായ പദപ്രാപ്തി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന നാം, ആരെങ്കിലും വന്ന് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ ഉടനടി കയറി വേണമെന്നും വേണ്ട എന്നും പറയരുത്, ചിന്തിക്കണം. ആരെങ്കിലും നമ്മളോട് വന്ന് ചോദിച്ചു, എന്താ വേണ്ടത് ചോദിച്ചോളൂ, ഉടനെ നമ്മൾ ചോദിക്കരുത്. കാരണം അത് നമ്മളെ വീണ്ടും സംസാര ചക്രത്തിൽ കുരുക്കിയിടാനായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി കിട്ടുന്നത് വർഷങ്ങളോളം നമ്മളെ ബന്ധനസ്ഥരാക്കും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണമെന്നും വേണ്ടാന്നും പറയാൻ. ഇപ്പം പൃഥു മഹാരാജാവ് ചോദിക്കുകയാണ്, ഭഗവാൻ തന്നെയാ ചോദിച്ചത് വരം വരിച്ചുകൊള്ളാൻ. അങ്ങ് എന്നോട് അങ്ങനെ ചോദിച്ചത് എന്നെ പരീക്ഷിക്കുകയാണോ? എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ വിഷയങ്ങളോടുള്ള ആസക്തി എന്ന് അങ്ങ് പരിശോധിക്കുകയാണോ? എന്നെയും സംസാര ബന്ധനത്തിൽ കുരുക്കിയിടാനാണോ അവിടുന്ന് വരം വരിക്കാൻ ആവശ്യപ്പെട്ടത്? എനിക്ക് സംസാരത്തിൽ നിന്നുള്ള ശാശ്വത മോചനമാണ് വേണ്ടത്. അതുകൊണ്ട് അവിടുന്ന് എന്നെ മോഹിപ്പിക്കാതിരിക്കണമേ. മായയുടെ മോഹമൊക്കെ താണ്ടി ഇപ്പൊ പറയണത്, ഭഗവാനെ അവിടുന്ന് എന്നെ മോഹിപ്പിക്കരുതേ. അവിടുന്ന് മോഹിപ്പിച്ചാലും ഞാൻ കുരുങ്ങും. അതുകൊണ്ട് അവസാന നിമിഷം വരെ നമ്മൾ എപ്പോഴും പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം. ലഭിച്ചു പരമമായ പദം എന്ന് നമുക്ക് തോന്നിയാലും വീണ്ടും 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 നാം നമ്മളെ തന്നെ പരിശോധനയ്ക്ക് വിധേയരാക്കണം. നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകളെ, നമ്മളുടെ തന്നെ എത്തിച്ചേരലുകളെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് വിധേയമാക്കിയിട്ട് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ബ്ലൈൻഡ് ഫെയ്ത്ത് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞതാണ്, ഭഗവതി പറഞ്ഞതാണ്, മഹർഷി പറഞ്ഞതാണ്, ആയിക്കോട്ടെ, അതിനെ ഒന്നും ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷെ അവ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ച് നടപ്പിലാക്കിയാൽ ആ ഭഗവാൻ പറഞ്ഞതും ഭഗവതി പറഞ്ഞതും മഹർഷിമാര് പറഞ്ഞതും എന്നെ പരമമായ പദത്തിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുകയില്ല എന്ന് എനിക്ക് തോന്നിയാൽ, ഭഗവാൻ പറഞ്ഞതാണെങ്കിലും ഭഗവതി പറഞ്ഞതാണെങ്കിലും മഹർഷിമാര് പറഞ്ഞതാണെങ്കിലും ആചാര്യന്മാര് പറഞ്ഞതാണെങ്കിലും തള്ളിക്കളയേണ്ടതാണ്. എന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പൃഥു മഹാരാജാവ് ഭഗവാനോട് പറഞ്ഞതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ, അവിടുന്ന് എന്നെ മോഹിപ്പിക്കാതിരിക്കണമേ. ജ്ഞാനിനാമപി ചേതാംസി ദേവീ ഭഗവതീ ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദേവി ഭാഗവതത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ, ദേവി മാഹാത്മ്യത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ, മഹാമായ, മായയ്ക്കും അപ്പുറമുള്ളവൾ. മായ എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തി നിയന്ത്രിക്കുന്നവൾ. മഹാ എന്ന് പറഞ്ഞാൽ പരിമിതിക്കപ്പുറം പോയവൾ. മഹാമായ എന്നുള്ളത് സാക്ഷാൽ ദേവിയെയാണ് കുറിക്കുന്നത്. ആ സാക്ഷാൽ ദേവി ജ്ഞാനികളുടെ മനസ്സിനെ പോലും പ്രലോഭിപ്പിച്ച്, ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീ ഹി സാ ബലാത് ആകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ബലമായിട്ട് ജ്ഞാനികളുടെ മനസ്സിനെ പോലും മോഹവലയത്തിൽപ്പെടുത്തി ആകർഷിപ്പിക്കുന്നു. അവയ്ക്ക് ആ ജ്ഞാനികൾക്ക് പോലും പരിമിതമായതിനോട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അത് മഹാമായയുടെ പ്രവൃത്തിയാണ്. അപ്പൊ ആ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ മോഹ വിമുക്തി ഉണ്ടാവുകയുള്ളൂ. ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ, ശക്തിപാതം കൊണ്ട് മാത്രമേ ഈ മോഹ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. സ്വപ്രയത്നം കൊണ്ടത് സാധ്യമല്ല. അതുകൊണ്ട് പൃഥു മഹാരാജാവ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എന്നോട് വരം വരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത് എന്നെ കൊടുക്കാനാണോ? അങ്ങനെ കൊടുക്കരുതേ, അങ്ങ് എന്നെ പ്രലോഭിപ്പിക്കരുതേ, അങ്ങ് എന്നെ മോഹിപ്പിക്കരുതേ. ഇതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള പ്രാർത്ഥന.